Hello friends, welcome to SAT, St. Augustine Tuition Center, Madathumbadi. Free education to all. Please subscribe our YouTube channel for new updates. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ബേസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 5 ആണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില റൂൾസ് ആണ്. റൂൾസ് അഥവാ നമ്മൾ അതിനെ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അക്കൗണ്ടിങ്. പ്രൊവിഷൻസ് എന്താണ് ഈ റൂൾസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ? ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചില കാര്യങ്ങൾ പറയില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അപ്പോൾ നമ്മൾ വാട്ട് ആർ ദ റൂൾസ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എങ്കിൽ കൊടുക്കണോ? പാർട്ട്ണർഷിപ്പിൽ ലാഭം എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ പിന്നെ പങ്കുവെക്കണമോ? എത്രത്തോളം പങ്കുവെക്കും? ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത്തരം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രൊവിഷൻസ് റിലവൻറ്റ് ഫോർ അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ചില റൂൾസ്. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതായത് എത്ര വീതം പങ്കുവയ്ക്കണമെന്ന് പറയുന്നില്ല, എങ്കിൽ നമ്മൾ എങ്ങനെ പങ്കുവയ്ക്കും? ഈക്വൽ. ഇപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരും എന്താണ് ഈക്വലായിട്ട് പങ്കുവയ്ക്കണം. അതിൽ ഒരാൾ ആണ് ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുവന്നേക്കുന്നത് എന്ന് ചോദിച്ചാൽ അയാൾക്ക് കൂടുതൽ പ്രോഫിറ്റ് അങ്ങനെയൊന്നും കിട്ടില്ല. എന്ത് ചെയ്യണം? നമ്മൾ ഈക്വലായിട്ട് പങ്കുവയ്ക്കണം. എവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലായിട്ട് പങ്കുവയ്ക്കണം. So, if the partnership deed is silent about profit sharing ratio, then profit share equally. Okay. Next, interest on capital. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഒരു ബിസിനസിന്റെ ഓണർ, അതായത് പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് മുടക്കുന്ന പൈസയ്ക്ക് പാർട്ട്നേഴ്സിന് ബിസിനസ് എന്ത് ചെയ്യും? പലിശ കൊടുക്കും. അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അത് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ചാണ്. ബിസിനസ് എൻറ്റിറ്റി, അതായത് ബിസിനസ് വേറെയാണ്, ബിസിനസ് ചെയ്യുന്ന വ്യക്തിയും വേറെയാണ്. ഇപ്പൊ നമ്മൾ ഈ പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ ഇടുകയാണെങ്കിൽ നമുക്ക് പലിശ കിട്ടുമല്ലോ. അതേപോലെ ബിസിനസ്സും ബിസിനസ്സിലേക്ക് തരുന്ന എമൗണ്ടിന് എന്ത് കൊടുക്കും? പലിശ കൊടുക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്നോ എത്ര പലിശ കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പാർട്ട്ണർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, പക്ഷേ എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോ അനുസരിച്ച് 6% ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അക്കോർഡിംഗ് ടു ലോ, എന്താണ് പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം 6% നമുക്ക് കിട്ടും. എപ്പോഴാണ് ഇങ്ങനെ കിട്ടുക? അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത്ര ശതമാനമാണ് എന്ന് ഒന്നും പറയുന്നില്ല പാർട്ണർഷിപ്പ് ഡീഡിൽ. മറിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 6%. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കരുത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യില്ല? നമുക്ക് കിട്ടില്ല. സോ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിന്റെ അർത്ഥം എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കിട്ടില്ല. മനസ്സിലായോ? എന്നാ ഒരു 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കിട്ടും. മനസ്സിലായോ? നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്താണ് ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിന് കുറച്ച് പൈസ എടുത്തുണ്ടു. ചിലപ്പോൾ വല്ല തുണി വാങ്ങിക്കാനോ വേറെ കാറിന് പെട്രോൾ അടിക്കാനോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ എമൗണ്ട് ആണ് എന്ത്? ഡ്രോയിങ്സ്. അങ്ങനെ ആ പൈസ ചുമ്മാ എടുത്തുകൊണ്ട് പോയാൽ ബിസിനസ് സമ്മതിക്കില്ല. കാരണം ബിസിനസ് വേറെയാണ്, ചെയ്യുന്ന ആൾ വേറെയാണ്. ഇപ്പൊ ബിസിനസിന്റെയും ആ പൈസക്ക് പലിശ തരാൻ പറയും. ആരോട്? പാർട്ട്ണർ. സപ്പോസ് ഇത് എ എന്ന് പറഞ്ഞ പാർട്ട്ണർ ആണെങ്കിൽ എ ഒരു 5000 രൂപ ബിസിനസിന് എടുത്തു എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ബിസിനസ് എന്ത് ചെയ്യണം? ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. എന്നാൽ എത്രയാണ് ഇൻട്രസ്റ്റ് എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഒരു പാർട്ട്ണർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണ്ട. എന്നാൽ അത് പറഞ്ഞിട്ടുണ്ട് 10% തന്നെ ഒന്നും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 10% കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ്. അഡ്വാൻസസ് ആൻഡ് ലോൺസ്. ചില സമയത്ത് പാർട്ട്ണർ, സപ്പോസ് എ എന്ന് പറയുന്ന പാർട്ട്ണർ എന്ത് ചെയ്തു?
ഇത് നമ്മുടെ ബിസിനസ് ബി. ബിസിനസ്സിന് ഒരു 1 lakh rupees ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എ പറഞ്ഞു ഞാൻ തരാം. എ കൊടുത്തു. ക്യാപിറ്റലായിട്ടല്ല കൊടുത്തത്, സാധാരണ കടം കൊടുക്കുന്ന പോലെ എന്ത് ചെയ്തു, 1 ലക്ഷം രൂപ കൊടുത്തു ബിസിനസ്സിന്. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ആ പൈസയും തിരിച്ചു കൊടുക്കണം, ഒപ്പം ഇൻട്രസ്റ്റും കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയുന്നില്ല, ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കാര്യം പറയുന്നേ ഇല്ല. അപ്പോൾ എക്ക് 1 ലക്ഷം രൂപ നഷ്ടമാവില്ലേ? 1 ലക്ഷം രൂപ വെറുതെ കൊണ്ട് കൊടുത്തിട്ട് ഒരു പലിശയുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോ പ്രകാരം 6% പലിശ ആർക്ക് കൊടുത്തിരിക്കണം? എക്ക്. ആര് കൊടുക്കണം? ബി തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കൊടുക്കണം. പറഞ്ഞു മനസ്സിലായോ? പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിലും 6% പലിശ കൊടുത്തേ പറ്റൂ. ഇനി പാർട്ണർഷിപ്പ് ഡീഡ് അതിൽ കൂടുതലാണ് പറഞ്ഞെങ്കിൽ അത് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? 6% ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ഓർ ലോൺസ്. അടുത്തത് റെമ്യൂണറേഷൻ ഫോർ ഫേംസ് വർക്ക്. ചിലപ്പോൾ 3 പാർട്ണർ നോക്കി, എ ബി സി. ഇതിനകത്ത് ഈ ബി എന്ന പാർട്ണർ ഇവിടെ രാവിലെ തുടങ്ങി വരെ നല്ല കഷ്ടപ്പാടാണ്. മാനേജറാണ് അദ്ദേഹം ബിസിനസ്സിൽ. അപ്പം അദ്ദേഹം പറയാണ് ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടണം? എനിക്ക് സാലറി തരണം എന്ന് പറയാൻ. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ സാലറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സാലറി കൊടുക്കണമെന്നോ എത്ര ശതമാനം ഒന്നും പറയുന്നില്ലെങ്കിൽ കിട്ടില്ല, സാലറി കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നോട്ട് അലൗഡ്. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, പറഞ്ഞിട്ടില്ലെങ്കിലോ കിട്ടില്ല. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, if a partner derives any profit for him herself from any transaction of the firm or from the uses of the property of or business connection of the firm or the firm name, he shall be account for the profit and pay it to the firm. അതായത് ഇപ്പോൾ ഒരു പാർട്ണർ ഈ ബിസിനസിന്റെ പേര് ഉപയോഗിച്ച് കുറച്ച് ലാഭം വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കി, ബിസിനസിന്റെ വസ്തുക്കൾ ഉപയോഗിച്ചോ പേര് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലാഭം എന്ത് ചെയ്യണം? shall account for the profit and pay it to the firm. ഫേമിന് തിരിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ ബിസിനസിന്റെ പാർട്ണർഷിപ്പിന്റെ ബിസിനസിന്റെ പേര് ഉപയോഗിച്ച് സ്വന്തമായിട്ട് കുറച്ച് കാശുണ്ടാക്കി, അത് തീർച്ചയായിട്ടും ആർക്ക് അവകാശപ്പെട്ടാണ്? ഫേമിന് തിരിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് നേടിയതായിരിക്കും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ് ഇതോടുകൂടി തീരെയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, if a partner carries on any business of the same nature as and competitive with that of the firm, he shall account for and pay to the firm all profit made by him or in that business for firm's work. അതായത് ഇപ്പൊ ഒരു പാർട്ണർ carries on any business of the same nature. ഇപ്പൊ നമ്മളൊരു പാർട്ണർഷിപ്പ് ചേർന്നു, എ ബി സി എന്ന് പറയുന്ന 3 പേര് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ബിസിനസ് എ വേറൊരു സ്ഥലത്ത് പോയി ചെയ്യാണ്, ആരും അറിയാണ്ട്, ഇതേപോലത്തെ ബിസിനസ്. അപ്പോൾ ഇതിന്റെ എല്ലാ ടെക്നിക്കും എന്താണ്? എയും ഉപയോഗിക്കും അല്ലേ? അങ്ങനെ ഇവിടുന്ന് ലാഭം ഉണ്ടാക്കിയാൽ അത് എക്ക് സ്വന്തമാക്കാൻ പറ്റില്ല, അതെങ്ങോട്ട് കൊടുക്കണം? ഈ എ ബി സിയുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കൊടുക്കണം. കാരണം സെയിം നാച്ചർ കണ്ടോ, ഇവിടെ പറഞ്ഞ എങ്ങനെ ഉണ്ടോ? സെയിം നാച്ചറുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അത് കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ, മത്സരിക്കുകയാണെങ്കിൽ എന്താണ്? ഫേമിന് ആ പൈസ അവിടെ കിട്ടുന്ന ലാഭം ആർക്ക് അവകാശപ്പെട്ടാണ്? ഫേമിന് തിരിച്ചു കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് തുടർന്നുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട് 6. താങ്ക് യു വൺസ് അഗൈൻ.